പെരിഞ്ഞനത്ത് കട നടത്തുന്ന സ്ത്രീയുടെ സ്വർണ്ണമാല കവർന്ന കേസിൽ 2 പ്രതികൾ അറസ്റ്റിലായി. പെരിഞ്ഞനം സ്മാരകം സ്കൂളിന് സമീപം പലചരക്ക് കട നടത്തുന്ന സ്ത്രീയെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ച സ്വർണ്ണമാല കവർന്ന കേസിലാണ് 2 പേർ അറസ്റ്റിലായത്. എമ്മാട് കാരേപ്പറമ്പിൽ വീട്ടിൽ സനോജ് കെ, ഫസൽ, കഴുവിലങ്ങ് മാടത്തെങ്കിൽ വീട്ടിൽ ഫാസിൻ, നൌഷാദ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 16-നാണ് കേസിനാസ്പദമായ സംഭവം. പെരിഞ്ഞനം സ്മാരകം സ്കൂളിന് തെക്ക് ഭാഗത്ത് കട നടത്തുന്ന പെരിഞ്ഞനം മൂന്നാംകൂറ്റ് വീട്ടിൽ ജ്യോതിയുടെ 1.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് പ്രതികൾ കവർന്നത്. സ്കൂട്ടറിലെത്തിയ പ്രതികളിൽ ഒരാൾ കടയ്ക്കുള്ളിൽ അതിക്രമിച്ച് കയറി ജ്യോതിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. മോഷണം തടയാൻ ശ്രമിച്ച ജ്യോതിയെ പ്രതികൾ തള്ളിയിട്ട് ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. 3 പീടികയിലെ ബാറിൽ നിന്നും മദ്യപിച്ച ശേഷം ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയാണ് പ്രതികൾ കൃത്യത്തിന് പുറപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു. മാല കവർന്ന ശേഷം ഇരിങ്ങാലക്കുടയിലെ ബാറിലെത്തി ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് പഴയ നിലയിലാക്കി വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം അതിലകത്തെ ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ച പ്രതികൾ 2 ദിവസം കഴിഞ്ഞ് തൃശൂരിലെ പണ്ടം പണയം വിൽക്കാൻ സഹായിക്കുന്നവരെ സമീപിച്ച് മാല വിറ്റതായും പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആർ രതീഷ് കുമാർ, കയ്പമംഗലം SI കെ രഞ്ജിത്ത്, ടി ജയകുമാർ, സീനിയർ CPOമാരായ സുനിൽകുമാർ, CPO ശരത് ചന്ദ്രൻ, ഡാൻസ് ഓഫ് അംഗങ്ങളായ SI പ്രദീപ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ ആർ കൃഷ്ണ, ബിജു KC, നിഷാന്ത്, സുർജിത് സാഗർ എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത്. കയ്പമംഗലത്ത് ഒരു കടയുടമ വീട്ടമ്മയാണ്. വീട്ടമ്മയുടെ 2 പവനോളം വരുന്ന 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല 2 പേര് ബൈക്കിൽ വന്നിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി. തട്ടിപ്പറിച്ച് അവരെ ഉപദ്രവിച്ച് പിടിച്ച് തള്ളി മാല വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോയായിരുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ശ്രീ മുഹമ്മദ് നദീമുദ്ദീൻ സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ ഊർജിതമായിട്ടുള്ള അന്വേഷണം, വളരെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങളും വളരെയേറെ പോർട്ടലുകൾ പരിശോധിച്ചും മറ്റ് ദിവസങ്ങൾക്കുള്ളിൽ 5 ദിവസത്തിനകത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് മുൻപ് കേസുകളുണ്ടോ മറ്റ് കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇവരുടെ ഫിംഗർ പ്രിൻറ്റും മറ്റും കൊടുത്ത് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്.